എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളും ഒരു കൗതുക വാർത്ത എന്നുള്ള രീതിയിൽ പോലും സമീപിച്ച ഒരു വാർത്തയാണ് വരന്റെ സിബിൽ സ്കോർ മോശം, വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഈ ഒരു വാർത്ത യൂട്യൂബിൽ വന്ന സമയത്തും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റായി വന്ന സമയത്തും ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ അതിന്റെ കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചു. ആൺകുട്ടികളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ പറയുന്നത് അത്തരത്തിലുള്ളൊരു വിവാഹത്തിൽ നിന്ന് ആക്ച്വലി ആ ഒരു പയ്യനാണ് രക്ഷപ്പെട്ടത്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ലൈഫിനെ നോക്കിക്കാണുന്ന ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നില്ലല്ലോ അവന്. എന്നാൽ സ്ത്രീകളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ പയ്യന്റെ സിവിൽ സ്കോർ ചെക്ക് ചെയ്തത് വളരെ നന്നായി, തീരെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മോശം സിവിൽ സ്കോർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആൺകുട്ടികളിൽ ഒരു കൂട്ടം ആളുകൾ വീണ്ടും അഭിപ്രായപ്പെട്ടു ആൺകുട്ടികൾക്ക് ഒത്തിരിയധികം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇന്നത്തെ കാലത്തെ ജീവിത രീതികൾ അനുസരിച്ചിട്ട് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമ്പോൾ മോശം സിവിൽ സ്കോർ ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ കയറ്റിക്കൊണ്ട് വരാനായിട്ട് പറ്റുന്ന ഒരു സംഗതിയുമാണ്. എന്നാൽ സ്ത്രീകളിൽ പല ആളുകളും വീണ്ടും അഭിപ്രായപ്പെട്ടത് വിവാഹത്തിന് ശേഷം പെൺകുട്ടിയുടെ ഷെയർ, പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു വീട്ടിൽ അവൾക്കായി കരുതി വെച്ചിരിക്കുന്ന തുകയൊക്കെ ഈ ആൺകുട്ടിക്ക് കൈമാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ആൺകുട്ടിയിലേക്ക് അത് കൈമാറുന്ന ഒരു രീതിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. ഇപ്പോൾ ആണ് കൈകാര്യം ചെയ്താലും പെണ്ണ് കൈകാര്യം ചെയ്താലും ഈ പണത്തിന്റെ വിനിയോഗം കൃത്യമായിട്ട് അറിയാവുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ഒരാൾ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. എന്താണെങ്കിലും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഈ ആണിന് അത് കൈമാറുന്ന സമയത്ത് മോശം സിവിൽ സ്കോർ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളെ സൂചിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പണമൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കുടുംബത്തെ ലോങ് ടൈമിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യത. വിവാഹം ഉറപ്പിച്ച ആ ഒരു സമയത്ത് തന്നെ അത് കണ്ടെത്തിയത് വളരെ നന്നായി പോയി. ഈ ഒരു ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് എന്നറിയാൻ ആകാംക്ഷയുണ്ട്. വളരെ നിസ്സാരം, കൗതുകകരം എന്ന് തോന്നി ഞാൻ മാറ്റിവെച്ചിരുന്ന ഒരു ന്യൂസാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതെടുത്ത് വായിച്ചു നോക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗത്തും കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ പുതിയൊരു പ്രശ്നമാണ്. വിവാഹം, കൊച്ചിന്റെ നൂല് കെട്ട്, വീടിന്റെ പാല് കാച്ച് എന്നീ കാര്യങ്ങളൊന്നും മില്ലേനിയൽസ് ആയിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ ഒരു കാലം വരെ ഒന്നും ആരും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സിവിൽ സ്കോർ ഒക്കെ വിവാഹത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്കും അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഈ സിവിൽ സ്കോർ വിവാഹത്തിൽ ഒരു ഘടകമായിട്ട് വരേണ്ടതുണ്ടോ? ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് എപ്പോഴാണ് അതൊരു ഘടകമായിട്ട് വരേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ സ്കോർ ഇപ്പോൾ ആളുകളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു നടപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാട്രിമോണിയൽ പ്രൊഫൈലിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രയധികം പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ നോക്കിക്കാണുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ വളരെ പ്രീമിയം മെമ്പേഴ്സിനും കാശ് കൊടുത്തിട്ടുള്ള ആളുകൾക്കും അല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പങ്കാളിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. സിവിൽ സ്കോർ എന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. എന്താണ് സിവിൽ സ്കോർ എന്നൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിവിൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ എത്ര രൂപ ലോണുണ്ട്, എത്ര രൂപ ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും, ഇവന് ലോൺ അടയ്ക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ, ഇവൻ മര്യാദയ്ക്ക് ലോൺ അടയ്ക്കുന്ന ആളാണോ, ഇവനെ കൊണ്ട് ബാങ്കുകാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കലാണ് സിബിൽ പോലെയുള്ള ആ ഒരു ഓർഗനൈസേഷൻസിന്റെ ഡ്യൂട്ടി. ട്രാൻസ് യൂണിയൻ, സിബിൽ, എക്യുഫാക്സ്, എക്സ്പീരിയൻ, CRIF എന്നിങ്ങനെയുള്ള പല ഓർഗനൈസേഷൻസ് ആണ് ഈ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല കമ്പനികളും പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സിബിൽ 700 മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു വ്യക്തിക്ക് എക്സ്പീരിയനിലേക്ക് വരുന്ന സമയത്ത് അത് 600 താഴെ ആയിരിക്കും. എന്നാൽ ബാങ്കുകൾ കൺസിഡർ ചെയ്യുന്നത് ഒരേ രീതിയിലൊക്കെ ആയിരിക്കും. ഇതിന്റെ മാനദണ്ഡങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരാളുടെ സിബിൽ സ്കോർ വളരെ മോശമായതുകൊണ്ട് അയാൾ വളരെ മോശം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ് എന്ന് നമുക്കങ്ങനെ നിസ്സംശയം പറയാനായിട്ട് സാധിക്കത്തില്ല. പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഒരു കാലത്ത് ഏറ്റവും അബദ്ധം ഉണ്ടായ ഒരു സംഗതിയാണ് എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പെട്ടെന്ന് ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ. നമ്മളിൽ പല ആളുകളുടെയും ഒരു അവസ്ഥ എങ്ങനെയാണ്, ജോലി കിട്ടാനൊക്കെ വലിയ പാടാണ്. എഡ്യൂക്കേഷൻ ലോണിന്റെ EMI ഒക്കെ പല ആളുകളുടേതും അങ്ങ് മുടങ്ങും. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് ഒന്നും ആ ഒരു പ്രായത്തിൽ പല ആളുകൾക്ക് തോന്നില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പരത്തിയിരുന്ന ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലോണൊക്കെ എഴുതി തള്ളും, വീടൊന്നും ജപ്തി ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, നമ്മൾ അടച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസും ഒരു തെറ്റിദ്ധാരണയും ആ ഒരു കാലത്തൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഒരു വലിയ കൂട്ടം ആളുകൾ അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാതെ അവരുടെയൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാക്കടമായിട്ട് ബാങ്കുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലത് എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു. ഈ കിട്ടാക്കടമാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. ചില ബാങ്കുകൾ അപ്പോൾ മറ്റൊരു ഓഫർ വെച്ചു, 1 ടൈം സെറ്റിൽമെന്റ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്ത തുക മാത്രം തന്നെങ്കിലും ഈ ബാങ്കുകാരെ ഈ ഒരു നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുക, പലിശ വേണ്ട എന്ന് വരെ അവർ വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചില ആളുകൾ വിചാരിച്ചു അത് നല്ല ലാഭം പരിപാടിയായി, വൺ ടൈം സെറ്റിൽമെന്റ്, ഞങ്ങൾക്ക് പലിശ അടയ്ക്കേണ്ടി വന്നില്ല, ഞങ്ങൾ ബാങ്കിനെ പറ്റിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അവിടെ കൃത്യമായി രേഖപ്പെടുത്തി ഇവർ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കത്തില്ല, അവസാനം ഞങ്ങൾ പിടിച്ച പിടിയാലെയാണ് പൈസ വാങ്ങിച്ചത്, വൺ ഡേ സെറ്റിൽമെന്റ് ആണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ലോൺ കിട്ടുക എന്ന് പറയുന്നത് ദുഷ്കരമായി പോയി. അപ്പോൾ വളരെ താഴെ ഇങ്ങനെയുള്ള ആളുകളുടെ സിബിൽ സ്കോർ കുറേ കാലത്തേന് നിലനിൽക്കാറുണ്ട്. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ പല ആളുകളും വിവാഹത്തിലേക്കൊക്കെ കടക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സിബിൽ സ്കോർ ഒക്കെ ഉയർന്നു വരാനായിട്ട് ഇത്തിരി താമസമൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ ഒരു ലോൺ അടവ് 1-2 മാസമൊക്കെ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സിബിൽ സ്കോർ പെട്ടെന്ന് തന്നെ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ എമൗണ്ട് അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ ബാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എല്ലാം ഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്തു, മിനിമം ഡ്യൂ മാത്രം അടയ്ക്കാറുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും ജീവിത സാഹചര്യം എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും ഈ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി വരികയാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരിയധികം പൈസ ചിലവാകും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരിയധികം EMI ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബൗൺസ് ആവാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2-3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് അത് വീണ്ടും അടച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും സ്കോർ കാര്യമായിട്ട് തന്നെ കുറയും. നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഡിലേഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതും മോശം ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ്. കുടുംബത്തിലെ ഒരു അംഗത്തിന് അത് വന്നെങ്കിൽ പോലും ടോട്ടൽ കുടുംബത്തെ അത് ബാധിക്കും. കുടുംബനാഥനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മുഴുവൻ താളം തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യുന്നത്. പല ആളുകളും പറയും ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് ഒരു ചിലവാണ്, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ. പക്ഷേ ഇങ്ങനെ ഒരു ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ലക്ഷങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ 1-2 വർഷത്തെ അധ്വാനത്തിൻ്റെ പണമായിരിക്കും ഒരു ബില്ലിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ നിസ്സാര തുകയ്ക്ക് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് തന്നെയാണ്. വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സമാധാനം ഉണ്ടാവും. നിങ്ങളോട് നല്ല പ്രായത്തിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. ഒരു അസുഖം വന്നിട്ട് എടുക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, പ്രായമായതിനു ശേഷം എടുക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രീമിയം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. നിങ്ങൾ നേരത്തെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, പിന്നീട് അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും പ്രീമിയം തുക ഇത്ര കണ്ടമാനം വർദ്ധിക്കത്തില്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ബോക്സിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തോളുക. ഇനി സിവിൽ സ്കോറിലേക്കും വിവാഹത്തിലേക്കും തിരികെ വന്നു കഴിഞ്ഞാൽ പെണ്ണിന്റെ അമ്മാവൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് പയ്യന്റെ സിവിൽ സ്കോർ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. വളരെ പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്ന ആളുടെ സിബിൽ സ്കോർ അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സംഗതിയാണ്. കാരണം അറിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ലതാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും ഇന്ത്യൻ വിവാഹങ്ങൾക്ക് പൊതുവെ ആ ഒരു പഴയ രീതിയൊക്കെ തന്നെയാണ്. കൂടുതലായി അറേഞ്ച്ഡ് മാരേജിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് എല്ലാ വിവാഹങ്ങളും നടത്തപ്പെടുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം കേട്ട ആർഗ്യുമെന്റ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ കൂട്ടം സ്ത്രീകൾക്ക് ഭർത്താവിനോടൊപ്പം മറ്റൊരു വീട്ടിൽ പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ മറ്റൊരിടത്തേക്ക് ജീവിതം പറിച്ചു നടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരിടത്തിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികതയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മറ്റൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് പറയാം, അങ്ങനെ പണം നോക്കിയിട്ടാണോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണോ ഒരു കുടുംബം ആരംഭിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ നോക്കി ആലോചിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതേപോലെ തന്നെ ഈ സ്ത്രീകൾ ഭൂരിപക്ഷം ആളുകളും അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഇതിലൊരു വലിയ കൂട്ടം ആളുകളും അവരുടെ പിന്നീടുള്ള ഇൻകവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവിൽ താമസിച്ച വീട്ടിലെ ഷെയറും അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന കുറേയധികം പണമൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോണത്. ഈ വിവാഹങ്ങളിൽ പലപ്പോഴും പുരുഷന്മാർക്ക് വലിയ കാര്യമായിട്ടുള്ള നഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അലുമിനിയൊക്കെ കൊടുക്കേണ്ടി വരുന്നു, പണത്തിന് വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഈ പണത്തിന് കൂടുതലായി പ്രാധാന്യമുള്ള രണ്ട് പണക്കാർക്കിടയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് സമയത്തും വിവാഹത്തിന് ശേഷവും പണത്തിന് വലിയ റോളുള്ള ഇന്ത്യൻ വിവാഹങ്ങളിൽ വിവാഹമോചന നടപടികളിൽ അതുമായി ബന്ധപ്പെട്ട ഫൈറ്റ് ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊക്കെ അതിനകത്തുള്ള ഒരു സംഗതി തന്നെയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ ആ ഒരു വീട്ടിലെ ഷെയർ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഒരു വീട്ടിൽ വളർന്നു, അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്.
അപ്പോൾ ആ ഒരു കുടുംബത്തിലെ അവരുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കാനായിട്ടായിരിക്കും അവർക്ക് ആഗ്രഹം. അപ്പോൾ ഈ മുഴുവൻ ആൺകുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ്. പകുതി പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ഇപ്പോൾ ജീവിക്കുന്ന ആ ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇടത്തിലേക്കാണ് അത് പോവുക. അപ്പോൾ അങ്ങടേക്ക് അത് പോകുന്ന സമയത്ത് അവിടെ മോശം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമ്പത്ത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ആകുലത പേരൻസിനോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെ തെറ്റ് പറയാനായിട്ട് സാധിക്കും? നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇമോഷണൽ സൈഡിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പെട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷന്മാർക്ക് മേധാവിത്വം ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഒരു കൂട്ടം ആളുകൾ അതൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാറുണ്ട്, ഒരു വലിയ കൂട്ടം ആളുകൾ എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പല പുരുഷന്മാരും കുറേയധികം സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത്, മോശം സിവിൽ സ്കോർ ആണുങ്ങൾക്ക് കൂടുതലായി ഉണ്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? അവർക്ക് കൂടുതലായി ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. വിവാഹത്തോടൊക്കെ അടുക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾക്ക് സിവിൽ സ്കോറിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അവരിൽ പല ആളുകൾക്കും ഈ പയ്യൻ സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഈ പയ്യൻ പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ വീട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാറുണ്ട്. പെൺകുട്ടിയുമായിട്ട് തുടർന്ന് ജീവിക്കാൻ വേണ്ടി വിദേശത്ത് ഒരു മികച്ച അപ്പാർട്ട്മെന്റ് എടുക്കാറുണ്ട്. ഇപ്പോൾ UK, കാനഡയൊക്കെ ഉള്ള ആളുകൾ അറിയത്തില്ലേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിത ചെലവുകൾ വല്ലാതെ കൂടും. അതിനു മുൻപ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് താമസിച്ചിരുന്ന ആളുകൾ പിന്നീട് വേറെ ഒരു സ്പേസിലേക്ക് മാറും, ചെലവുകൾ കൂടും. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുന്നത് പലപ്പോഴും പുരുഷന്മാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പുരുഷന്മാരുടെ സിവിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അത് അത്രയധികം കൂടുതലായിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ല. വളരെ ആവറേജ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ. എന്നിട്ടും വലിയ കുഴപ്പമില്ലാത്തൊരു സിവിൽ സ്കോർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കോർ കുറവാണെങ്കിലും കറക്റ്റായിട്ട് EMIs ഒക്കെ അടഞ്ഞു പോകുന്നുണ്ടോ, എത്ര തവണ ബൗൺസ് ആയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ബൗൺസ് ആവാറുണ്ടോ, ഇടയ്ക്കൊക്കെ ഡിലേ പേയ്മെൻറ്റ് വരാറുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഏതെങ്കിലും 3-4 മാസങ്ങളിലേക്ക് ഒരു ഡിലേ പേയ്മെൻറ്റ് വന്നു, റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പറയും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത്, ആകെ പെട്ടുപോയ സമയത്താണ് അങ്ങനെ സംഭവിച്ചത്. സ്ഥിരമായിട്ട് ഡിലേ പേയ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം ഇയാൾക്ക് കൃത്യമായിട്ടുള്ള വരുമാനമില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ചില പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ നോക്കിക്കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വിവാഹം ഉറപ്പിക്കൽ നടപടിയിലേക്കൊക്കെ എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു മുമ്പ് ഇടപെടാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. മിക്കവാറും പല ആണുങ്ങളും എന്നെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജിനെ കുറിച്ചിട്ട്, അയാളുടെ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളുടെ ലാഭത്തിന് വേണ്ടിയാണ്. ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നമ്മളെ നാഴിക നാപ്പോട്ടം വിളിച്ചുകൊണ്ടിരിക്കും. ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ലോൺ എടുക്കുക, പേഴ്സണൽ ലോൺ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബാങ്കുകളെല്ലാം കൂടെ തീരുമാനിച്ചിട്ടുണ്ട് JBക്ക് ഇത്ര രൂപ ലോൺ കൊടുക്കാനായിട്ടുള്ള ആവതുണ്ട്. അപ്പോൾ അതിൻ്റെ എത്ര JB വിനിയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ JBയുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ എൻ്റെ പാർട്ട്ണർ നോക്കുകയാണെങ്കിൽ ഞാനതിൽ 80%, 90% വിനിയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നാളെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ജോലിയിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും? അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ആൺകുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ പങ്കാളിയാവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നവും പറയേണ്ടതില്ല. അത് അറിഞ്ഞിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരവും ചെലവും ഒന്നും മനസ്സിലാക്കാതുള്ള ചില സ്പെൻഡിങ് ഒക്കെ അവർ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവർ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു ബർഡൻ ആയിരിക്കും. പലപ്പോഴും പല ആണുങ്ങളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയില്ല, വീട്ടുകാരോടൊന്നും പറയില്ല, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടൊന്നും പറയില്ല. എന്നിട്ട് എന്ത് സംഭവിക്കും? അവസാനം കയ്യിൽ നിന്ന് പോകും. വീട്ടുകാർക്ക് അറിയത്തുണ്ടാവില്ല ഇയാൾക്ക് ഇത്രമാത്രം ലോൺ ഉണ്ട് എന്നുള്ളത്. പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് ഇത്ര വലിയ ബാധ്യത ഒരു നിക്കക്കളിയും ഇല്ലാത്ത സമയത്ത് ഭാര്യയോടും കുട്ടികളോടും ഒക്കെ പറയുന്ന സമയത്താണ് കുടുംബം മുഴുവൻ ചില കടുങ്കയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, കുടുംബത്തിലെ ഒരു അംഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ടേക്ക് പോകുന്നത്. അയാൾ മാത്രം പണിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയില്ല, അയാൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്കും ഒത്തിരിയധികം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ മനുഷ്യത്വപരമായിട്ട്
പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലൈഫിനെ നോക്കുന്ന സമയത്ത് മനുഷ്യത്വപരമായിട്ട് ചില കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട്, സിബിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ക്രെഡിറ്റ് സ്കോർ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചുകൊള്ളുക. അതിപ്പോൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിലും, പങ്കാളിയാവാൻ പോകുന്ന ആളുടെ ചെക്ക് ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിലും, നിലവിലെ പങ്കാളിയുടെ ചെക്ക് ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിലും, കുടുംബത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിന്, അതിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് സിബിൽ സ്കോർ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.